നമസ്കാരം പ്രിയമുള്ളവരെ. പാലക്കാട് മുൻ എം.എൽ.എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടുമുക്കാലുമുള്ള ജനവിഭാഗങ്ങൾ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രായത്തിൻ്റെ അപക്വതയിൽ സംഭവിച്ചു പോയൊരു തെറ്റായി അത് ക്ഷമിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധരാണ് എന്നാണ് അദ്ദേഹത്തിന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരായിരിക്കും അദ്ദേഹത്തെക്കാളൊക്കെയും ഈ തെറ്റിന് കൂടുതൽ ഉത്തരവാദികൾ എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളൊക്കെയും വിവാഹിതരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ തെറ്റിൻ്റെ ഒരു അളവുകോൽ കൊടുക്കുകയാണെങ്കിൽ അവരായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ കൂടുതൽ തെറ്റുകാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇത്രയേറെ വേട്ടയാടുന്നതിനൊരു കാരണം അദ്ദേഹം പ്രതിനിധീകരിച്ച പാർട്ടിയെ പ്രതിരോധിച്ചു എന്നതായിരുന്നു. മിക്കപ്പോഴും മാധ്യമങ്ങളുടെ കുഴിത്തുരുമ്പ് ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ അതേ തീവ്രതയോടുകൂടി അദ്ദേഹത്തിന് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഒന്ന് ഏറ്റുമുട്ടുവാൻ പോലും കഴിയാതെ അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ DYFI ആകട്ടെ യുവമോർച്ച ആകട്ടെ നിസ്സഹായരായി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ചാനൽ ചർച്ചകൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വാദഗതികളെ നേരിടുവാൻ കഴിയാതെ ആകെ തലകുമ്പിട്ടിരിക്കുന്നത് മിക്ക ചർച്ചകളും കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയും തകർക്കുക എന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യവും ആഗ്രഹവുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെ ആ പാർട്ടിയിൽ ചില ഗുണങ്ങളുള്ള ചെറുപ്പക്കാരുണ്ട്. അവരെ വല്ല പെണ്ണ് കേസിലോ തേങ്ങാമോഷണ കേസിലോ പെടുത്തുവാൻ പറയുന്നത് പോലെ അങ്ങനെ കേസിൽ പെട്ടുപോയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിശ്വസിക്കാം. എങ്കിലും നമ്മൾ പൊതുവെ പറയുന്നത് പോലെ ഈ പുകയില്ലാതെ തീ ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെയും ആ കേസിലുണ്ടാകാം. അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു അപക്വതയായി കണ്ട് അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂത്ത് വിഭാഗത്തിലേക്ക് അഥവാ യൂത്ത് കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷകരായിട്ടുള്ളത് എന്നതും വലിയ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ തൻ്റെ ആ അപക്വമായ പെരുമാറ്റം ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്ന് കേരള മന്ത്രിസഭയിൽ ഏറ്റവും നല്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം പാലക്കാട് നിന്ന് ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടേനെ. ഇപ്പോൾ ജനീഷിരിക്കുന്ന യുവജനകാര്യ സ്പോർട്സ് മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു ഉണ്ടായിരിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ചില അപക്വമായ പ്രായത്തിൻ്റെതായ അപക്വമായ ചില എടുത്തുചാട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ചും ഈ ആരോപണങ്ങളൊക്കെ ആദ്യം ഒഴിഞ്ഞു പോയതിനു ശേഷവും അദ്ദേഹം വീണ്ടും ചില പ്രസ്താവനകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നടത്തിയതിൻ്റെ പേരിലാണ് പിന്നീടും ഈ ആരോപണങ്ങളൊക്കെ കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫിനെ കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ആ പ്രസ്ഥാനത്തിൽ ഉള്ളവർ ഇങ്ങനെ ഉയർത്തിക്കാണിക്കുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നും അത് തന്നെയാണ്. കാരണം ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയത് ഒരു കുപ്പി മലിനജലവുമായിട്ടാണ്. ആ മലിനജലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് PM ശ്രീക്കെതിരെ സമരം നടത്തിയ ASFൻ്റെയും AUFൻ്റെയും പ്രവർത്തകർക്ക് നേരെ പോലീസ് തെളിച്ചതാണ്. അതായത് പോലീസ് എൻ്റെ ജലപീരങ്കിയിൽ നിന്ന് മലിനജലമാണ് ഈ സമരക്കാരെ നേരിടുന്നതിന് ഉപയോഗിച്ചത്. അതിൽ നിന്ന് എടുത്ത ഒരു കുപ്പി വെള്ളമാണ് താൻ നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ന് പിണറായി വിജയൻ ഈ വെള്ളം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വാദിച്ചു. എന്തായാലും ആഭ്യന്തരമന്ത്രി പദം അലങ്കരിക്കുന്ന രമേശ് ചെന്നിത്തല അതിലിടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് ലാബിലെ പരിശോധനയ്ക്കേക്കും, ഇത് മലിനജലമാണെങ്കിൽ അതിനുമേൽ നടപടി ഉണ്ടാകും, ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും എന്ന് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. പക്ഷേ ഇതിന് പ്രതിരോധിച്ചുകൊണ്ട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ അത് കൂടുതൽ വിവാദത്തിലേക്ക് തള്ളിവിടുന്നത്. അതായത് പിണറായി വിജയൻ്റെ ആ നിയമസഭയിലെ പ്രസംഗവും അദ്ദേഹം മലിനജലം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വാദങ്ങളും അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഈ ASFൻ്റെ സമ്മേളനം നടന്നു, PM ശ്രീക്കെതിരെ പ്രതിഷേധ പ്രകടനം നടന്നു. അതിനുശേഷം തറയിൽ ഒലിച്ചു കിടക്കുന്ന ജലം, അതായത് തറയിൽ കെട്ടിക്കിടക്കുന്ന ജലം, സ്വാഭാവികമായിട്ടും ഈ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജനത്തിൻ്റെ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ജലപീരങ്കി ഉപയോഗിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ
വരുമ്പോൾ സിറ്റിയിൽ മിക്ക സ്ഥലത്തും ഈ കുഴികളിലൊക്കെ അതിൻ്റെ ഭാഗമായി അടിക്കുന്ന വെള്ളം കെട്ടിക്കിടക്കും. അത് ചെളി നിറഞ്ഞതായിരിക്കും. അങ്ങനെ ചെളി നിറഞ്ഞ വെള്ളം ഒരു ASF പ്രവർത്തകൻ അത് കുപ്പിയിൽ നിറയ്ക്കുന്നു. ആ കുപ്പിയുമായി അയാൾ നടന്നു നീങ്ങുന്നു. പിന്നീട് ആ കുപ്പി രാജൻ, മുൻ മന്ത്രിയും ഇപ്പോൾ CPIയുടെ നേതാവുമായ രാജന് കൊടുക്കുന്നു. ആ രാജന് ആ ASF പ്രവർത്തകൻ കൊടുത്ത കുപ്പിയിലെ വെള്ളമാണ് ഇന്നലെ പിണറായി വിജയൻ നിയമസഭയിൽ കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ ചിത്രങ്ങൾ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാകുന്നത്. അതായത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും സമ്മർദ്ദത്തിലാക്കുക, ASFിൻ്റെ അതായത് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് എതിരെ മലിനജലം ഉപയോഗിച്ചു എന്ന ഒരു വാദം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തറയിൽ കെട്ടിക്കിടന്ന മലിനജലം കുപ്പിയിലാക്കി രാജൻ അത് മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചു എന്ന് ചിത്രങ്ങൾ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് തൻ്റെ പ്രസ്ഥാനം പ്രതിരോധത്തിലാകുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണിത്. അതാണ് മലിനജലത്തിൻ്റെ ആ വാദം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉയർത്തിയ വാദം അതേ തീവ്രതയോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി അദ്ദേഹം ഖണ്ഡിക്കുകയും അത് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ASF പ്രവർത്തകർ അവിടെ നിന്ന് ശേഖരിച്ച മലിനജലമായിരുന്നു. അത് പിന്നീട് രാജൻ ഏൽപ്പിക്കുകയും രാജൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഏൽപ്പിക്കുകയുമായിരുന്നു എന്ന് അദ്ദേഹം ചിത്രസഹിതം തൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. അതായത് എപ്പോഴൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം തൻ്റെ പ്രസ്ഥാനം പ്രതിരോധത്തിലാകുന്നു, അപ്പോഴൊക്കെ ആ പ്രസ്ഥാനത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആയാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ സമരരംഗത്തായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലെ ഉള്ള ആളുകൾക്ക് പറയുവാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടാകാം, ചില തെറ്റുകൾ സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, ക്ഷമ ദൈവികമാണ് എന്ന് പറയുന്നത് പോലെ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെ ഉപയോഗിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം അദ്ദേഹത്തിന് നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും സീറ്റ് അനുവദിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ പ്രസ്ഥാനത്തിൻ്റെ പദവികളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും ആവശ്യവും. കാരണം അദ്ദേഹത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒപ്പം രാഷ്ട്രത്തിനും സംസ്ഥാനത്തിനുമൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ചില ആരോപണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ജനപ്രതിനിധിയാക്കുന്നതിനേക്കാൾ അദ്ദേഹത്തെ പ്രസ്ഥാനത്തിൻ്റെ ചില പദവികൾ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുകിൽ KPCCയുടെ വൈസ് പ്രസിഡന്റോ അങ്ങനെയുള്ള പദവികളൊക്കെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന ഒരു നിർദ്ദേശം മിക്ക കോൺഗ്രസ് നേതാക്കളുമാരുമായും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ കൂടുതൽ ആളുകളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് വ്യക്തവും. തൽക്കാലം ഈ വീഡിയോ വാങ്ങണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.